ഓൾ. അപ്പോൾ നമ്മളിന്ന് വർക്ക് സൂപ്രണ്ടിൻ്റെ സെർവിങ് എന്നുള്ള സബ്ജക്റ്റിൽ കോണ്ടൂറിങ് എന്നുള്ള ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്ലെയിൻ ടേബിൾ സെർവിങ് ആയിരുന്നു പഠിച്ചത്. ഓക്കെ, കോണ്ടൂറിങ്. നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിൻറ്റ്സ് അത് റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിൻറ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടോപ്പോഗ്രാഫിക് മാപ്പ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള പൊസിഷൻസ്, ഒരു പോയിൻറ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഒരു ഇമാജിനറി ലൈനാണ് ഓൺ ദ ഗ്രൗണ്ട് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഈക്വൽ എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു എന്താണ് ഇമാജിനറി ലൈൻ ആണെന്ന് പറഞ്ഞാൽ കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു കുന്നാണല്ലേ, കുന്നാണെന്ന് വിചാരിക്കുക. ഇവിടെ ഈ പോയിൻ്റ്, ഈ പോയിൻ്റ്, ഈ പോയിൻ്റ്, ഈ പോയിൻറ്റ്സ് എല്ലാം ഈക്വൽ എലിവേഷനിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിനെല്ലാം ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കോണ്ടൂർ ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമാജിനറി ലൈനാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു പോയിൻറ്റിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ, ബോത്ത് ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി, അതിനാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിക് മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, കോണ്ടൂർ ലൈൻസ് കാണിച്ചിരുന്നാൽ അതിനർത്ഥം എന്താണ്, അതെന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഓൺ ദ ഗ്രൗണ്ട് ജോയിൻ ദ പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഇനി കോണ്ടൂർ സർവേ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ കോണ്ടൂർ മാപ്പിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. കോണ്ടൂർ സർവേ വിളിക്കുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്, ടോപ്പോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ കോണ്ടൂർ മാപ്പിംഗ് എന്നൊക്കെ നമ്മൾ വിളിക്കാം. ഇനി ഇതിൽ വരുന്ന കോണ്ടൂർ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലാൻഡ് സർവേയിങ്. ലാൻഡ് സർവേയിങ്ങിൻ്റെ ഒരു ടൈപ്പാണ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു മാപ്പ് ആൻഡ് റെപ്രസെൻറ്റ് ദ 3D ഷേപ്പ് ആൻഡ് എലിവേഷൻ ഓഫ് എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിനെ നമ്മൾ എന്ത് ചെയ്യും, 3D ഷേപ്പിലും എലിവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ മാപ്പ് ചെയ്യുക ആൻഡ് റെപ്രസെൻ്റ് ചെയ്യുക, ദ 3D ഷേപ്പ് ആൻഡ് എലിവേഷൻ ഓഫ് എർത്ത് സർഫസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോണ്ടൂർ സർവേ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ കോണ്ടൂർ മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈക്വൽ എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനായിരുന്നു കോണ്ടൂർ. ഇനി ഇതെന്ന് കോണ്ടൂർ സർവേ എന്ന് പറഞ്ഞാൽ ലാൻഡ് സർവേയിങ് ടെക്നിക്കിൻ്റെ ഒരു ടൈപ്പാണ്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു മാപ്പ് ആൻഡ് റെപ്രസെൻറ്റ് ദ 3D ഷേപ്പ് ആൻഡ് എലിവേഷൻ ഓഫ് എർത്ത് സർഫസ്. ഇനി കോണ്ടൂർ ലൈൻസ് നമ്മൾ അണ്ടർ വാട്ടർ ആണ് നമ്മൾ ഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാത്തോംസ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് വിളിക്കുന്നതിന്? ഫാത്തോംസ് അല്ലെങ്കിൽ ബാത്തിമെട്രിക് കർവ് അല്ലെങ്കിൽ സബ്മറൈൻ കോണ്ടൂർസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ ലൈൻസ് ഡ്രോൺ അണ്ടർ വാട്ടറിന് അണ്ടർ നമ്മൾ വരയ്ക്കുന്ന കോണ്ടൂർ ലൈൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്ന? ഫാത്തോംസ് എന്ന് വിളിക്കും, ബാത്തിമെട്രിക് കർവ്സ് എന്നും വിളിക്കും, അല്ലെങ്കിൽ സബ്മറൈൻ കോണ്ടൂർസ് എന്നും വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മളൊരു കോണ്ടൂർ മാപ്പ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? ഹൊറിസോണ്ടൽ സ്കെയിൽ. ഓക്കെ, ഹൊറിസോണ്ടൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ടു പ്ലോട്ട് എ കോണ്ടൂർ മാപ്പ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരു കോണ്ടൂർ മാപ്പ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് നോക്കാം. കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. അതായത് ഞാനിപ്പോൾ എൻ്റെ കോണ്ടൂർ ലൈൻസ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിൽ ഈ അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ ലൈൻസ്, ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു കോണ്ടൂർ ലൈനും ഈ ഒരു കോണ്ടൂർ ലൈനും എടുക്കുകയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എലിവേഷൻസിൻ്റെ ഡിഫറൻസ്. ഇതെല്ലാം ഒരു എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന കോണ്ടൂറാണ് അല്ലേ. അപ്പോൾ അതിനൊരു എലിവേഷൻ ഉണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് അടുത്ത ഒരു സെറ്റ് എലിവേഷനെ റെപ്രസെൻ്റ് ചെയ്ത് വരച്ചേക്കുന്ന ഒരു കോണ്ടൂർ ലൈനാണ്. സോ ഈ രണ്ട് എലിവേഷൻസിൻ്റെയും ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഓക്കെ, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? കോണ്ടൂർ ഇൻ്റർവൽ എന്ന് വിളിക്കുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അടുത്തടുത്തുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിൻ്റെ ഇടയിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, അത് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുമോ? ഇല്ല, നമ്മളത് കമ്പ്യൂട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതായത് ഇവിടെ കൂടി ഒരു കോണ്ടൂർ ലൈൻ പോകുന്നുണ്ടാവും, ഇവിടെ കൂടി ഒരു കോണ്ടൂർ ലൈൻ പോകുന്നുണ്ടാവും.
സോ ഇത് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇനി കോണ്ടൂർ ഇൻ്റർവെലിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോണ്ടൂർ പ്ലാനിൽ ഇറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോൺസ്റ്റന്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 മീറ്റർ ആണെന്ന് വയ്ക്കുക. 100 ഞാൻ വെറുതെ പറയുക കേട്ടോ, 100 മീറ്റർ എലിവേഷൻ ആൻഡ് ഇതെന്ന് പറയുന്നത് 200 മീറ്റർ എലിവേഷൻ ആൻഡ് ഇതെന്ന് പറയുന്നത് 300 മീറ്റർ എലിവേഷനിലുള്ള കോണ്ടൂർ ലൈൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, 100 ആണ് ഡിഫറൻസ് വരുന്നത്. സോ അതെന്ന് പറയുന്നതാണ് കോണ്ടൂർ ഇൻ്റർവൽ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് ഒരു കോണ്ടൂർ പ്ലാനിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ. അടുത്ത ദ ചോയ്സ് ഓഫ് പ്രോപ്പർ കോണ്ടൂർ ഇൻ്റർവൽ ഡിപ്പെൻസ് ഓൺ. ഈ ഒരു പ്രോപ്പർ കോണ്ടൂർ ഇൻ്റർവൽ എത്രയാണെന്ന് നമ്മൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നാച്ചർ ഓഫ് ദ ഗ്രൗണ്ട്. ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് സ്മോൾ ഇൻ്റർവൽസ് മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് നാച്ചർ ഓഫ് ദി ഗ്രൗണ്ട്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോണ്ടൂർ ഇൻ്റർവൽ എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നതാണ് നാച്ചർ ഓഫ് ദി ഗ്രൗണ്ട്. അതായത് ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ഇൻ്റർവൽ മതി. ദെൻ ബ്രോക്കൺ ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രേറ്റർ കോണ്ടൂർ ഇൻ്റർവൽ. അപ്പം സ്മോൾ ഇൻ്റർവൽ ഏതിനാണ്, ഫ്ലാറ്റ് ഗ്രൗണ്ടിന്. ബ്രോക്കൺ ഗ്രൗണ്ടിനാണെങ്കിൽ ഗ്രേറ്റർ കോണ്ടൂർ ഇൻ്റർവൽ. ഇനി അടുത്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഓഫ് ദ മാപ്പ്. അതായത് കോണ്ടൂർ ഇൻ്റർവലും സ്കെയിലും ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കോണ്ടൂർ ഇൻ്റർവൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്കെയിൽ. അതാണ് സ്കെയിൽ ഓഫ് ദ മാപ്പ്. അതായത് കോണ്ടൂർ സ്കെയിൽ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് കുറവായിരിക്കണം. ഓക്കെ അല്ലേ. ഇനി ദ പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ, അതിൽ പറയുന്നതാണ് ഫോർ ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് വർക്ക്. ഡീറ്റെയിൽഡും ആക്യുറേറ്റ് വർക്കിനാണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ എന്ന് പറയുന്നത് സ്മോൾ ആണെങ്കിൽ എന്താണ്, സ്മോൾ കോണ്ടൂർ ഇൻ്റർവൽ മതി. ഓക്കെ. അടുത്ത് വരുന്നത് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. അപ്പോൾ ഈ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എഗെയിൻ സ്കെയിൽ പോലെ തന്നെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. കോണ്ടൂർ ഇൻ്റർവൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അപ്പോൾ ഇത്രയാണെന്ന് പറയുന്നത് നമ്മുടെ കോണ്ടൂർ ഇൻ്റർവൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഫാക്ടേഴ്സിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന വാല്യൂസ് ഓഫ് കോണ്ടൂർ ഇൻ്റർവൽ ഫോർ വേരിയസ് പർപ്പസസ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ കാണാം, നമ്മളിപ്പോൾ ഇവിടെ 3 ബിൽഡിംഗ് സൈറ്റ്. നമ്മുടെ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് സൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ നമ്മൾ സ്കെയിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ഫണ്ടമെൻറ്റ്സിൽ പഠിച്ചതായിരുന്നു. 1 സെൻറ്റിമീറ്റർ ടു 10 മീറ്റർ ഓർ ലെസ് ഇതായിരുന്നു നമ്മളവിടെ എടുക്കുന്ന സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് 0.2 മുതൽ 0.5 വരെയാണ്. ഓക്കെ, ഈ വാല്യൂസ് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇത്രയും മാത്രമെങ്കിലും പഠിക്കുക. അപ്പോൾ ബിൽഡിംഗ് സൈറ്റിനാണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ എത്രയാണ്, 0.2 to 0.5. ദെൻ ടൗൺ പ്ലാനിങ് സ്കീംസ് റിസർവോയ്സിനൊക്കെ ആണെങ്കിൽ 0.5 മുതൽ 2 വരെ. ദെൻ ലൊക്കേഷൻ സർവേ ആണെങ്കിലോ 2 to 3. അപ്പോൾ ഈ ഒരു വാല്യൂസ് പഠിക്കുക. ഇനി അടുത്ത് എന്താണ് ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അടുത്തടുത്തുള്ള കോണ്ടൂർസ് തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, കോണ്ടൂർ ഇൻ്റർവൽ എന്ന് വിളിച്ചത് അല്ലേ. ഇനി ഹൊറിസോണ്ടൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. ഈ കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്, അടുത്തടുത്തുള്ള 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഹൊറിസോണ്ടൽ ഇക്വിവാലൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ കോണ്ടൂർ ഇൻ്റർവെലിന് ഒരു പോയിന്റ് പറഞ്ഞെന്തായിരുന്നു, ഇറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇതെന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു ആ ഒരു മാപ്പിൽ. എന്നാൽ ഹൊറിസോണ്ടൽ ഇക്വിവാലൻ്റ് എന്ന് പറയുന്നത് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് അല്ല. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് കൂടി അതിനുണ്ട്. അപ്പം ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ആൻഡ് വേരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് എന്ത് ചെയ്യും, വേരി ചെയ്യും. Then depending on the steepness of the horizontal equivalent എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. നേരത്തെ നമ്മൾ വെർട്ടിക്കൽ എന്തായിരുന്നു, നമ്മുടെ കോണ്ടൂർ ഇൻ്റർവൽ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്തിനൊക്കെയായിരുന്നു കോണ്ടൂർ ഇൻ്റർവൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, നാച്ചർ ഓഫ് ദ ഗ്രൗണ്ട്, പിന്നെ വന്നത് സ്കെയിൽ ഓഫ് ദ മാപ്പ്, പർപ്പസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ, ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് ഫീൽഡ് ആൻഡ് ഓഫീസ് വർക്ക്. എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഇക്വിവാലൻ്റ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. ആൻഡ് സ്റ്റീപ്പർ, നമ്മുടെ ഗ്രൗണ്ട് കൂടുതൽ സ്റ്റീപ്പർ ആണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ഇക്വിവാലൻ്റ് എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും. ഓക്കെ അല്ലേ. ദെൻ കോണ്ടൂർ ഇൻ്റർവൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. കോണ്ടൂർ ഇൻ്റർവൽ ഈക്വൽ 25 ഡിവൈഡ് നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ മീറ്റേഴ്സ് എന്നാണ്. 25 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ മീറ്റേഴ്സ്. അതായത് കോണ്ടൂർ ഇൻ്റർവൽ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ
1 കിലോമീറ്റർ ഡിസ്റ്റൻസ് എടുക്കണം. അതിൽ എത്ര നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ ഉണ്ട്? ഓക്കെ, 1 കിലോമീറ്ററിൽ എത്ര നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ ഉണ്ട്, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കി, ദ സ്യൂട്ടബിൾ കോണ്ടൂർ ഇൻ്റർവൽ ഫോർ എ മാപ്പ് വിത്ത് സ്കെയിൽ 1:10,000 ഈസ്. ഓക്കെ, ഇവിടെ സ്കെയിൽ തന്നിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കോണ്ടൂർ ഇൻ്റർവലാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഈ 1:10,000 എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? 1 സെൻറ്റിമീറ്റർ റെപ്രസെൻസ് 10,000 സെൻറ്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട് അല്ലേ. 1:10,000 നമ്മളിത് സ്കെയിലിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. 1:10,000 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ റെപ്രസെൻസ് 10,000 സെൻറ്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 10,000 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0.1 കിലോമീറ്റർ. അപ്പോൾ 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റെപ്രസെൻസ് 0.1 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 കിലോമീറ്റർ നമുക്ക് ഇവിടെ എന്താണ്? നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്ററിൽ വേണ്ട. അപ്പോൾ 1 കിലോമീറ്ററിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 10 സെൻറ്റിമീറ്റർ റെപ്രസെൻസ് 1 കിലോമീറ്റർ. ഓക്കെ, അതായത് 0.1 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 കിലോമീറ്റർ ആകുമ്പോൾ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചോദിച്ചത് നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ എത്രയാണ്? ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആണ്. സോ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ. എത്രയാണ് നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ? ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ അത് ചെയ്യുമ്പോൾ 2.5 മീറ്റർ എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്നത്, ഓക്കെ, ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സോ ഇത് ഓപ്ഷൻ എ ആണ്, 2.5 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. കോണ്ടൂർ ഇൻ്റർവൽ കണ്ടുപിടിക്കൽ ഇക്വേഷൻ 25 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ. നമുക്ക് മിക്കവാറും സ്കെയിലായിരിക്കും തന്നേക്കുന്നത്. സ്കെയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് 1:10,000 എന്ന് എഴുതിയിരുന്നാൽ 1 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെൻറ്റ് 10,000 സെൻറ്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. 10,000 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.1 കിലോമീറ്റർ. സോ 1 സെൻറ്റിമീറ്റർ റെപ്രസെൻസ് 0.1 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 കിലോമീറ്റർ റെപ്രസെൻസ് 10 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് അല്ലേ. അപ്പോൾ നമുക്കൊരു കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്ത് വരും? 25 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ. 1 കിലോമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 10 സെൻറ്റിമീറ്റർ ഉണ്ട്. സോ 25 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 2.5 മീറ്റർ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ്. നമുക്ക് ഈ കോണ്ടൂറിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ് എന്നാണ്. സോ ഇത് നല്ല വൃത്തിക്ക് പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഇത് നല്ല വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 2 കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ആൻ ഓവർഹാങ്ങിങ് ക്ലിഫ് ഓർ എ കേവ്. അപ്പോൾ 2 കോണ്ടൂർസ് 2 ഡിഫറെൻറ്റ് എലിവേഷനിലുള്ളതാണ്. ഓക്കെ, 2 കോണ്ടൂർസ് 2 ഡിഫറെൻറ്റ് എലിവേഷനിലുള്ളതാണ്. ഇതെന്ത് ചെയ്യത്തില്ല? കനോട്ട് ക്രോസ് ഈച്ച് അതർ. ഇതൊരിക്കലും ക്രോസ് ചെയ്യത്തില്ല. എന്നാൽ ക്രോസ് ചെയ്യുന്ന കേസുണ്ട്. ഏതിലൊക്കെയാണ്? ഓവർഹാങ്ങിങ് ക്ലിഫിൻ്റെയും കേവിൻ്റെയും കേസിൽ എന്തെയും ക്രോസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ ക്യാൻ യുണൈറ്റ് ടു ഫോം 1 ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ്. അതായത് 2 ഡിഫറെൻറ്റ് എലിവേഷനിലുള്ള കോണ്ടൂർ ലൈൻസ് അത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കനോട്ട് യുണൈറ്റ് ആണ്. ഓക്കെ, ഇത് ഒരിക്കലും യുണൈറ്റ് ആവത്തില്ല. എന്നാൽ യുണൈറ്റ് ആവുന്ന കേസുണ്ട്. ഏതിൻ്റെ കേസിലാണ്? വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ. ക്യാൻ യുണൈറ്റ് ടു ഫോം 1 ലൈൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്. ഇനി അടുത്ത ഇത് പറയുന്നത് കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ഇൻഡിക്കേറ്റ് സ്റ്റീപ്പ് സ്ലോപ്പ്. അതായത് ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുവാണ്. കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയുന്നത് അടുത്തടുത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്പ്. ഇനി ദേ ഇൻഡിക്കേറ്റ് ജെൻറ്റിൽ സ്ലോപ്പ് ഇഫ് ദേ ആർ ഫാർ അപ്പർ. അതൊന്നിവിടെ അടുത്തൊന്നിവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് ജെൻറ്റിൽ സ്ലോപ്പ്. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവൽ എന്ന് പറയും, കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്താണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പും അകലെയാണെങ്കിൽ ജെൻറ്റിൽ സ്ലോപ്പും. ഇനി ഇഫ് ദേ ആർ ഈക്വലി സ്പേസ്ഡ് യൂണിഫോം സ്ലോപ്പ്. അതായത് ഇത് തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? എന്താണ്? യൂണിഫോം സ്ലോപ്പ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഈ ഫസ്റ്റ് 2 പോയിന്റ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇതും എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർസ് റെപ്രസെൻറ്റ് എ പ്ലെയിൻ സർഫസ്. എന്താണ്? സീരീസ് ഓഫ് സ്ട്രെയിറ്റ് ആണ്,
പാരലാണ് ആൻഡ് ഈക്വലി സ്പേസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കോണ്ടൂർ ലൈൻസ് എന്തിനാണ്? ഒരു പ്ലെയിൻ സർഫസിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ a closed contour line with one or more higher ones inside it represents a hill. അതായത് ഇങ്ങനെ ക്ലോസ്ഡ് കോണ്ടൂർസ് ആണ് ആൻഡ് അതിൽ പറയുന്നത് എന്താണ്? 1 or more higher ones inside. അതായത് അകത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഇതിപ്പോൾ 100, 90, 80. അതായത് അകത്തെന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് കൂടുതൽ 100, അകത്ത് പിന്നെ വരുന്നതോ 90, ദെൻ 80. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഹില്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് വീണ്ടും ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ തന്നെയാണ്. എന്താണ്? 1 or more lower inside it indicates a represent or a pond അല്ലെങ്കിൽ ഡിപ്രഷൻ. അതായത് അകത്തെന്ന് പറയുന്നത് 80, പുറത്തോട്ട് വരുമ്പോൾ വാല്യൂസ് കൂടി വരുന്നു. അകത്തെന്താണ്? ചെറിയ വാല്യൂസും പുറത്ത് വലിയ വാല്യൂസ് 80, 90, 100 ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? പോണ്ട് അല്ലെങ്കിൽ ഡിപ്രഷനാണ്. ദെൻ a contour line must close upon itself through though not necessary within the limits of a map. അതായത് ഇതാണ് നമ്മുടെ മാപ്പിൻ്റെ സൈസ്. നമ്മൾ നോക്കുമ്പോൾ ഒരു കോണ്ടൂർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. സോ ഇതെന്ന് പറയുന്നത് ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിൻ്റെ ലിമിറ്റിനകത്ത് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ദെൻ contour lines cross a watershed or a ridge line and valley line at right angles. ഓക്കെ, അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് ഒരു വാട്ടർഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈനെ എങ്ങനെയാണ് അല്ലെങ്കിൽ വാലി ലൈനിനെ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? റൈറ്റ് ആംഗിൾസിലാണ് ക്രോസ് ചെയ്യുന്നത്. ഇനി കോണ്ടൂർ ലൈൻസ് വിത്ത് യു ഷേപ്പ് ഹാവിങ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ലോവർ ഗ്രൗണ്ട് ഇൻഡിക്കേറ്റ്സ് എ റിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യു ഷേപ്പാണ്. ഓക്കെ, കോണ്ടൂർ ലൈൻസിന് യു ഷേപ്പാണ്, ഹാവിങ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ ലോവർ ഗ്രൗണ്ട്. ലോവർ ഗ്രൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിഡ്ജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി കോണ്ടൂർ ലൈൻസ് വിത്ത് വി ഷേപ്പ് ഹാവിങ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ ഹയർ ഗ്രൗണ്ട്. ഹയർ ഗ്രൗണ്ടിലേക്കാണ്, അതായത് 100, 90, 80 ഇങ്ങനെയാണെങ്കിൽ അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ വാലി. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് കോണ്ടൂർസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. അതിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടൂസിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക, അതിൻ്റെ മെത്തേഡ്സാണ് പറഞ്ഞത്. ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലോ ഓൺലി ദോസ് പോയിന്റ്സ് ആർ സർവേഡ് വിച്ച് ഹാപ്പൻ ടു ബി പ്ലോട്ട്. നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഡയറക്റ്റ് മെത്തേഡ്സിൽ സർവേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്, ടെഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? എനിക്കിപ്പോൾ ഈ ഒരു കോണ്ടൂർ ലൈൻ പ്ലോട്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യും? ഈ കോണ്ടൂർ ലൈനിലെ പോയിന്റ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യും? സർവേ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ പോയിന്റ്സ് ഒന്നും സർവേ ചെയ്യത്തില്ല. പകരം ഈ കോണ്ടൂർ ലൈൻസിൽ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യും? ഞാൻ സർവേ ചെയ്യും. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ സ്മോൾ ഏരിയയിലും പിന്നെ ആക്യുറസി ഗ്രേറ്റ് ആക്യുറസി ഈസ് റിക്വയർഡ്. ഓക്കെ, ഗ്രേറ്റ് ആക്യുറസി വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഡയറക്റ്റ് മെത്തേഡ് രണ്ടെണ്ണം ഉണ്ട്, വെർട്ടിക്കൽ കൺട്രോളും ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡിൽ വെർട്ടിക്കൽ കൺട്രോളും ഉണ്ട്, ഹൊറിസോണ്ടൽ കൺട്രോളും ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, ഈ ഡയറക്റ്റ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രേസിങ് ഔട്ട് കോണ്ടൂർസ് എന്ന് പറയും. ഓക്കെ, ഇനി വെർട്ടിക്കൽ കൺട്രോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ പോയിന്റ്സ് ഓൺ ദ കോണ്ടൂർ ആർ ട്രേസ്ഡ്. കോണ്ടൂറിലെ പോയിന്റ്സിനെ ട്രേസ് ചെയ്യുക, അതാണ് വെർട്ടിക്കൽ കൺട്രോൾ യൂസ് ചെയ്യുന്നതിനാണ്. ആ ഒരു കോണ്ടൂറിലെ പോയിന്റ്സിനെ ട്രേസ് ചെയ്യുക, അതായത് ലെവൽ ആൻഡ് സ്റ്റാഫ് ഓർ വിത്ത് ഹാൻഡ് ലെവൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തല്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ സ്യൂട്ടബിൾ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്ത് സർവേ ചെയ്യുന്നു, അതിനാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ. അപ്പോൾ വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യേണ്ട പോയിന്റ്സിനെ കോണ്ടൂറിനെ, ആ കോണ്ടൂറിലെ പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർവേ ചെയ്യുന്നതിനാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സം സ്യൂട്ടബിൾ ഗേറ്റ് പോയിന്റ്സ് ആർ സെലക്ട് ആൻഡ് എലിവേഷൻസ് ആർ ഫൗണ്ട്. നമ്മൾ എന്താണ് കുറച്ച് ഗേറ്റ് പോയിന്റ്സ്, നമ്മൾ കോണ്ടൂറിലെ പോയിന്റ് അല്ല, പകരം ഏതെങ്കിലും ഗേറ്റ് പോയിന്റ്സ് നമ്മൾ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ എലിവേഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കോണ്ടൂർസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇൻ്റർപൊളേഷൻ വഴിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈൽ ഇൻ്റർപൊളേഷൻ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ്, എന്താണ് അസ്യൂം ചെയ്തേക്കുന്നത്?
സ്ലോപ്പ് ബിറ്റ്വീൻ എനി ടു അഡ്ജസ്റ്റൻറ്റ് ഗേറ്റ് പോയിന്റ്സ് ഈസ് യൂണിഫോം. ഈ ഒരു നമ്മൾ എടുക്കുന്ന ഗേറ്റ് പോയിന്റ്സിൻ്റെ തൊട്ടടുത്തുള്ള സ്ലോപ്പ് എന്ന് പറയുന്നതാണ് യൂണിഫോം ആയിട്ടാണ്. അഡ്ജസ്റ്റൻറ്റ് ഗേറ്റ് പോയിന്റ്സിന് ഇടയിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടാണ് നമ്മളിതിൽ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും കുറേ ഗേറ്റ് പോയിന്റ്സ് സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അവിടെ നിന്ന് നമ്മൾ കോണ്ടൂസ് പ്ലോട്ട് ചെയ്യുന്നത് ഇൻ്റർപോളേഷൻ വഴിയാണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് സർവീസിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്, മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ, സ്റ്റാക്കോമെട്രിക് അല്ലെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ്, ഇത്രയും മെത്തേഡ്സാണ് ഉള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് ഇതെന്ന് പറയുന്നത് സ്മോൾ ഏരിയാസിനാണ് സ്യൂട്ടബിൾ. അതായത് നമ്മുടെ സർവേ ചെയ്യേണ്ട ഏരിയയെ ഞാൻ എന്ത് ചെയ്യും, കുറേ ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സൈസ് ഓഫ് സ്ക്വയർ എത്രയാണ്? 5 to 20 മീറ്റർ. ഓരോന്നിൻ്റെയും സൈസ് എന്ന് പറഞ്ഞാൽ 5 to 20 മീറ്റർ സൈസിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ സ്പോട്ട് ലെവലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഇതിലെന്ത് ചെയ്യും, നമ്മൾ ഈ ഗ്രിഡ് പോയിൻറ്റ്സിൽ, അതായത് ഈ നമ്മുടെ കോണ്ടൂർ പോയിൻറ്റ്സ് അല്ല, നമ്മുടെ ഈ ഗേറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ പോയിൻറ്റ്സിലേക്ക് നമ്മൾ എന്താണ് എലിവേഷൻ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപോളേഷൻ വഴിയിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, കോണ്ടൂർ ലൈൻസ് വരയ്ക്കാനായിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്മോൾ ഏരിയയിലാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന സൈസ് ഓഫ് സ്ക്വയർ 5 to 20 മീറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ്, റെയിൽവേ, കനാൽ ഇതിൻ്റെയൊക്കെ സർവേക്കാണ് ഈ മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ദെൻ ടാക്കോമെട്രിക് അല്ലെങ്കിൽ റേഡിയൽ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയസിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇനി ഇൻ്റർപോളേഷൻ ഓഫ് കോണ്ടൂഴ്സ്. ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് സ്പേസിങ് ദ കോണ്ടൂഴ്സ് പ്രൊപ്പോർഷനേറ്റ്ലി ബിറ്റ്വീൻ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇൻ്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മളെ കോണ്ടൂസിനെ സ്പേസ് ചെയ്യുക. എങ്ങനെ സ്പേസ് ചെയ്യണം? പ്രൊപ്പോർഷനേറ്റ്ലി ബിറ്റ്വീൻ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിൻറ്റ്സ്. പ്ലോട്ട് ചെയ്ത ഗ്രൗണ്ട് പോയിൻറ്റ്സിന് എബോട്ടായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ സ്പേസ് ചെയ്യണം. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, അതിനെയാണ് ഇൻ്റർപോളേഷൻ ഓഫ് കോണ്ടൂസ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ്, ഈ കോണ്ടൂസിന് നമ്മളിന്ന് പ്രൊപ്പോർഷണലി സ്പേസ് ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞു ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്താണ്, അകത്തുള്ള ഏതെങ്കിലും ഗേറ്റ് പോയിൻറ്റ്സിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ എലിവേഷൻ എടുക്കുന്നത്. അതിൽ നിന്നും എന്ത് ചെയ്യുക, പ്രൊപ്പോർഷനേറ്റ്ലി നമ്മൾ ഈ ഒരു നമുക്ക് വേണ്ട റിക്വേർഡ് കോണ്ടൂർ ലൈനിലെ പോയിൻറ്റ്സിലോട്ട് അതിനെ ഇൻ്റർപോളേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റർപോളേഷൻ ഓഫ് കോണ്ടൂസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഇൻ്റർപോളേഷൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ, ദെൻ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ, ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപോളേഷൻ ചെയ്യാം. ബൈ എസ്റ്റിമേഷൻ ആണെങ്കിലോ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി റഫാണ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ വർക്ക് ഓൺലി. ഇനി ബൈ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ആണ്, ആക്യുറേറ്റ് ആണ്, പക്ഷെ അത് ടൈം കൺസ്യൂമിങ് ആണ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ട്രേസിംഗ് പേപ്പർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മീഡിയം ആക്യുറസി അല്ലെങ്കിൽ മീഡിയം സ്പീഡാണ് ഇതിനുള്ളത്. ഇനി അടുത്ത കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്താണെന്ന്. കോണ്ടൂർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ലൈങ് ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ, ഗ്രൗണ്ട് സർഫസിലുള്ള ഒരു ലൈനാണ് കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ട്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ അല്ലേ, ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷനിലായിരിക്കും ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോണ്ടൂർ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ ത്രൂ ഔട്ട് ഓൺ ദ സർഫസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ. ഇനി ഈ കോണ്ടൂർ ഗ്രേഡിനെ നമുക്ക് ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ക്ലിനോമീറ്റർ അല്ലെങ്കിൽ തിയോഡലൈറ്റ് അല്ലെങ്കിൽ ലെവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് യൂസസ് ഓഫ് കോണ്ടൂർ മാപ്പ്. കോണ്ടൂർ മാപ്പിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രോയിങ് ഓഫ് സെക്ഷൻസ് ഡ്രോ ചെയ്യാനായിട്ട്. ഡെറ്റർമിനേഷൻ ഇൻഡിവിസിബിലിറ്റി ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സിനിടയിൽ ഇൻഡിവിസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടൂർ മാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ട്രേസിങ് ഓഫ് കോണ്ടൂർ ഗ്രേഡിയൻസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് റൂട്ട്. കോണ്ടൂർ ഗ്രേഡിയൻസ് നമുക്ക് ട്രേസ് ചെയ്യാം, എന്നിട്ട് റൂട്ട് ലൊക്കേറ്റ് ചെയ്യാം. പിന്നെ ഡ്രെയിനേജ് ഏരിയാസിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് റിസർവോയർ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, എർത്ത് വർക്ക് മെഷർമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോണ്ടൂർ മാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ സർവേയിങ്ങിൽ കോണ്ടൂറിങ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കാം.